പത്തനംതിട്ടയിൽ എന്താണ് മഴ സാഹചര്യം? പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സമാന സാഹചര്യം തന്നെയാണ്. ഇന്നലെ രാത്രി അർദ്ധരാത്രി ഒരു 12 മണി മുതൽ ശക്തമായ മഴ പല മേഖലകളിലും പെയ്യാൻ തുടങ്ങുകയാണ്. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി മഴ കനത്തു പെയ്യുന്നത് പത്തനംതിട്ട നഗരത്തിലും തിരുവല്ലയിലും അടക്കം ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതാണ്ട് രാവിലെ മുതൽ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷം, അത് കോന്നി ആയിക്കോട്ടെ, ലാഹ ആയിക്കോട്ടെ, അട്ടത്തോടായിക്കോട്ടെ, ഏതാണ്ട് പെരുന്നാടക്കമുള്ള മുഴുവൻ മേഖലകളിലും മഴ ചാറി നിൽക്കുകയായിരുന്നു. എന്തായാലും കോന്നിയിൽ അല്പസമയം മുൻപ് അതിശക്തമായ മഴ പെയ്തു എന്ന് അവിടുത്തെ പ്രാദേശിക ലേഖകർ നമുക്ക് വിവരം നൽകുന്നുണ്ട്. ഇതുകൂടാതെ മലയുടെ അടുത്ത പ്രദേശമായ അട്ടത്തോട് ലാഹ മേഖലയിൽ ശക്തമായ മഴ ഈ ഒരു ഘട്ടത്തിൽ പെയ്യുന്നുണ്ട്. എന്തായാലും അച്ചൻകോവിലാറ്റിലും അതുപോലെ തന്നെ പമ്പയാറ്റിലും ക്രമാനുഗതമായി ജലനിരപ്പ് ഉയരുന്നു എന്നൊരു വിവരവും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോര മേഖലയിൽ കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന കർശനമായ നിർദ്ദേശം ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞു. ജില്ലയിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. റാന്നി, കോന്നി അടക്കമുള്ള താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആരെയും തന്നെ ഇതുവരെ മാറ്റേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ല. റാന്നി അടക്കമുള്ള മേഖലകളിൽ പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയരുമോ എന്നൊരു ആശങ്ക ഇതിനകം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ആ മേഖലയിലൊക്കെ തന്നെ NDRF സംഘത്തിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും അടക്കമുള്ള സേവനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ ശക്തമായ മഴ തന്നെയാണ്. പക്ഷേ കൂടുതൽ കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അതിതീവ്രമായ മഴയുടെ ഒരു സാഹചര്യത്തിൽ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു ജാഗ്രത വേണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലാണ്. തിരുവല്ല നമുക്കറിയാം അപ്പർ കുട്ടനാട് ഉൾപ്പെടുന്ന മേഖലയാണ്, നിരണമടക്കമുള്ള മേഖല. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു മഴ പെയ്താൽ മാത്രം മതി വെള്ളം ഉയർന്ന് അത് ജനവാസ മേഖലകളിലേക്കും റോഡുകളിലേക്കും ഒക്കെ ഉയരാൻ. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെയും കൃത്യമായ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും ജില്ല വിട്ട് പുറത്തേക്ക് പോകരുത് എന്ന കർശനമായ നിർദ്ദേശം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. എന്തായാലും വലിയ തോതിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇടമില്ലെങ്കിലും ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ ഇതിനകം തന്നെ അറിയിക്കുന്നു. ശക്തമായ ഇപ്പോഴും പലയിടങ്ങളിലും തുടരുകയാണ്. നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നാണ് ശ്രീകുമാർ റിപ്പോർട്ട് ചെയ്തത്. അവിടെയും നല്ല മഴയുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും ഇടവിട്ടും അല്ലെങ്കിൽ തുടർച്ചയായും ഒക്കെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. നേരത്തെ അറിയിച്ച മുന്നറിയിപ്പുകൾ പോലെ തന്നെ മഴ ശക്തമായി വരികയുമാണ്.